ഞാനേ പുല്ല് കൊണ്ടു കൊടുത്തിട്ട് വരാം. തുളസി കുഞ്ഞെ, പുല്ല്. നല്ല കടുപ്പത്തിലൊരു ചായ തന്നെ. എടി, കടുപ്പത്തിൽ ചായ ചീത്തയാ, വിശപ്പ് കെടും. കടുപ്പത്തിലാ ഇഷ്ടം. ആർക്ക്? അത് അത് ഒരാളിന്. ഇത് നിനക്ക്. എനിക്കൊന്നും വേണ്ട. വല്ലവരും കുടിച്ചതിന്റെ ബാക്കി. ഞാൻ വല്ലവരുമാണോ? അല്ലാതെ നിന്റെ സ്വന്തം. പിന്നെ സ്വന്തം. എന്താ പെണ്ണെ, പിടിച്ചില്ലേ? വീട്ടിലേക്ക് വരുവോ? എന്തിനാ? വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാൻ. അയ്യോ, ഞാനില്ല. നിന്റെ അച്ഛനെങ്ങാനും കണ്ടാൽ അത് മതി. അച്ഛനെവിടെ ഇല്ല. ഇത് കൊള്ളാം. വൈകിട്ടേ വരൂന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് നേരത്തെ വന്നൂടെ? എന്താ മോളെ, രാജപ്പനോട് ഇങ്ങോട്ടെങ്ങാനും വരാൻ പറഞ്ഞോ? രാജപ്പനോ? എന്തിനാ? ഞാൻ എന്തിനാ പറയുന്നേ? അത് ശരിയാ. എന്റെ മോൾ എന്തിനാ പറയുന്നേ? സാറ കുട്ടിയെ അടിക്കണ്ടായിരുന്നു. അവൻ പറഞ്ഞ തെറ്റൊന്നുമില്ല. തന്നെയുമല്ല, അവന്റെ അച്ഛൻ വണ്ടിക്കാരൻ ദാമോദരൻ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ചട്ടമ്പിയാ. ഇരട്ടച്ചങ്കം അമ്മുവിനെ ഒറ്റ കുത്തിന് കൊന്നവനാ. സാറേ, സംഗതി ആകെ കുഴപ്പത്തിലായി. സാർ എന്തിനാ ആ കാളറാമ്പുവിന്റെ മകനെ തല്ലിയത്? തല്ലിയത് കാര്യമുണ്ടായിട്ട് അതിനിപ്പോഴെന്താ? സാറിനെ തിരക്കി അവന്മാർ സ്കൂളിൽ വന്നിരുന്നു. സാറേ, അവന്മാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരാടാ ഇവിടെ ഈ തല്ലുകാരൻ വാദ്യാരെ? താനാണോ? ടീച്ചറാ. അപ്പോഴേ വാദ്യാരെ, താൻ ഇതേവരെ തല്ലു കൊടുത്തിട്ടല്ലേ ഉള്ളൂ, കൊണ്ടിട്ടില്ലല്ലോ? ഇതുവരെ കൊള്ളേണ്ടി വന്നിട്ടില്ല. പിന്നെ വേണ്ടി വന്നാൽ കൊള്ളണമല്ലോ. ഓഹോ, അപ്പൊ താൻ രണ്ടും കൽപ്പിച്ചു വന്നിരിക്കുക. ചിരിക്കാൻ പിന്നെ ചിരിക്കാതെ എന്തി? ആടിന്റെ സ്വഭാവം കാണിക്കാതെ ജ്ഞാനിയുടെ സ്വഭാവം കാണിക്കും. ഓ, ഇത് കേൾക്കാൻ വേണ്ടിയാണോ ഇവിടെ വന്ന് നിന്നത്? ഇവിടെ വന്ന് നിന്നത് നിന്നെ കാണാനാ. നീ എന്താ രാവിലെ ചായ കൊണ്ടുവരാൻ? ചായ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോ അച്ഛൻ കണ്ടു. അച്ഛൻ വലിയ കാര്യത്തിൽ അത് വാങ്ങിയാൻ കുടിച്ചു. ചായ ഇല്ലെങ്കിലും നിനക്കൊന്ന് വന്നുകൂടായിരുന്നു മാളു. നിന്നെ കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാ. നോണ. ഈ രായപ്പേട്ടൻ ചുമ്മാ പറയുക. ഞാൻ നിന്നോട് നുണ പറയുമോ? ഇപ്പൊ തന്നെ ഗോപാലിനെ വള്ളവിപ്പിച്ചിട്ടാ വന്നത്. രാവിലെ നിന്റെ അച്ഛൻ അക്കരയ്ക്ക് പോകുന്നുണ്ടല്ലോ. എവിടെ പോയതാ? അമ്മായിയുടെ അടുത്ത് പോയതാ. വൈകിട്ടേ വരൂ. അങ്ങനെ വരട്ടെ. അപ്പോ നമുക്ക് പതുക്കെ പോയാ മതി. ഓ, ആ കിളവിന്റെ ശല്യമില്ലാതെ ഇന്ന് വൈകുന്നേരം വരെ നമുക്ക് ഒന്നിച്ചു പോകാം. ഒരു വല്ലാത്ത ശല്യം തന്നെ നിന്റെ അച്ഛൻ. ഇതെന്താ ഇത്? ആട്. ആട്? അപ്പൊ പിന്നെ ഇതോ?
സ്റ്റാഫ് റൂമിലാണ് കിടക്കുന്നത്, ബെഞ്ചിന്റെ പുറത്ത്. ഇവിടെ താമസിപ്പിച്ചാൽ മനുഷ്യർ അപവാദം പറയില്ലേ മോളെ? എന്ത് അപവാദം പറയാൻ? അഥവാ പറഞ്ഞ നമുക്കെന്താ? ഗോപി സാർ നല്ല മനുഷ്യനാണ്, നമ്മുടെ ബാലേട്ടനെ പോലെ. വെറുതെ വഴിയെ പോണ വയ്യാവേലി വലിച്ച് തലേ വയ്ക്കണ്ട. എനിക്കതേ പറയാനുള്ളൂ. പിന്നെ മോളെ ഇഷ്ടം പോലെ. അതിലൊരു ഒപ്പിട്ടെ. കാര്യം പാലം. പാലോ? ആ പുഴയിലൊരു പാലം പണിയാൻ. വെറുതെ ഒപ്പിടാൻ കിട്ടുമില്ല, കിട്ടത്തില്ല. എടോ, ഇത് പൊതുക്കാര്യമാണ്. എന്റെ സ്വന്തം കാര്യമായാലും കൊള്ളാം. ഒപ്പിടണോ? കിട്ടും. കിട്ടോ? ഈ കാര്യത്തിൽ കിട്ടുപ്പിളുടെ ഒപ്പ് അത്യാവശ്യമാണ്. എടോ കുഷ്ടപിള്ളേ, ഇത് പാലം പണിയാനുള്ളതല്ല. തന്റെ ഗോപി സാറിനെ സ്ഥലം മാറ്റാനുള്ള അപേക്ഷ. താൻ അയാളുടെ ചിങ്കിടിയാണല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ആ, എന്നാലേ ഞാനത് ഒപ്പിട്ടിട്ടില്ല. കണ്ണു തുറന്ന് കടലാസ് നോക്ക. ഒപ്പിട്ടത് ഏതോ ഒരു കൃഷ്ണൻകുട്ടിയാ. എടാ, ഞാൻ പിയൂണാണെങ്കിലും എനിക്കും ഉണ്ടടാ കുറച്ചൊക്കെ വിവരം. കീച്ചിക്കളയും ഞാൻ. ആ, നീ അന്നേരം ചോദിച്ചേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അല്ല, സല്ല ടീച്ചറോ? എന്താ ഇത്ര നേരത്തെ? ഒന്നുമില്ല, സാറിന്റെ വാച്ച് നഷ്ടപ്പെട്ടു എന്ന് കേട്ടു. ഇവിടെ ഒരടച്ചുകെട്ടും പൂട്ടും ഇല്ലാത്ത സ്ഥലമാണ്. ഓ, അതൊന്നും സാരമില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ എങ്കിൽ ഇവിടെ തുടരുന്ന തന്നെ അപകടമാണ്. ആ ഹോട്ടലിലെ ഊണ്, ദാമോദരനെയും കൂട്ടുകാരുടെയും ശല്യം. അയാൾ വല്ലാത്ത ഒരുത്തനാ. ഓ, അത്രേ ഉള്ളൂ. സാറിന് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ എന്റെ വീട്ടിൽ താമസിക്കാം. അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. എന്താ ഒന്നും പറയാത്തത്? എന്തോ പറയാൻ?